السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا صدق الله العلي العظيم. സ്നേഹാദരങ്ങൾ നിറഞ്ഞ SSFൻ്റെ ജില്ലാ നേതാക്കൾ, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ക്യാമ്പസിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ അവസാനിക്കാൻ പോവാണ് അല്ലേ? ഒന്നെല്ലാവരും ഒന്ന് എഴുന്നേറ്റുന്നൊരു സ്ഥലത്തില്ലല്ലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇരിക്കല്ല. നമ്മളെന്തായാലും പിരിയുമ്പോൾ പരമാവധി ഒന്ന് അടുത്ത് പിരിയലാണല്ലോ നല്ലല്ലേ? എല്ലാവരും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് വരാൻ ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രയാസമാവും. നമ്മളോട് മഹബത്തുള്ള ആളുകളായതുകൊണ്ട് ആ പിന്നിലുള്ള ആളുകളൊന്നും ഇങ്ങോട്ട് കയറി ഇങ്ങോട്ടേക്ക് വന്നാലേ ആ വേക്കുള്ള മുഴുവനാണ്. ഒന്നുകൂടെ നമുക്ക് നേരിട്ട് ഫേസ് ടു ഫേസ് കിട്ടുമല്ലോ. അകലം SSFകാരായ നമ്മൾ തമ്മിൽ പരമാവധി ഇല്ലാതാക്കുക, ഉണ്ടാകേണ്ടതില്ല എന്നുള്ളതാണ് നമ്മളൊരു കാഴ്ചപ്പാട്. ആ റോ ഇങ്ങനെ ഇറങ്ങിയാൽ മതി. അവിടെയുള്ള മനുഷ്യന്മാർ കൂടെ അവിടെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ആളുകളുണ്ടല്ലോ, ഓലയും കൂടെയാണ് ഉദ്ദേശിച്ചത് പറഞ്ഞത്. ഇവിടെ പോരെ ഈ ഫ്രണ്ടിലേക്ക്, ഏറ്റവും ഫ്രണ്ടിലേക്ക്. കൂടുതൽ പറയില്ല. നിങ്ങളൊക്കെ പിരിയാനുള്ള മാനസികാവസ്ഥയുണ്ട്. ഇങ്ങോട്ട് ചെയറിലേക്ക്, ഈ ഫ്രണ്ടിലേക്ക്, ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് പോന്നാൽ ഒന്ന് നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു അഹ്റക്കത്തുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ഉറക്കച്ചടവ് പോവും, കുറച്ചുകൂടെ ഒരു ഉന്മേഷം കിട്ടും. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക. നിങ്ങളെ നേരിട്ട് മുഖം കണ്ട് സംസാരിക്കാനുള്ളൊരു സൗകര്യം കൂടെ കിട്ടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇരുന്നോളൂ. നമ്മുടെ വ്യക്തിജീവിതത്തിൽ ഏറെ പ്രാധാന്യമുള്ള സമയമാണ് വിദ്യാർത്ഥികാലം എന്നുള്ളത്. അതിനെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുഖകരമായി സന്തോഷപൂർവ്വം വിനിയോഗിക്കാവുന്ന കാലം ഏത് എന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥികാലമാണ്. അതുകൊണ്ടാണ് പല വലിയ ആളുകളും കാലങ്ങൾ കഴിയുമ്പോൾ വിദ്യാർത്ഥികാലം തിരിച്ചു കിട്ടുമോ എന്ന ആലോചനയിലേക്ക് വരുന്നത്. പക്ഷെ പഠിക്കുന്ന കാലത്ത് എനിക്കും തോന്നില്ല, നിങ്ങൾക്കും തോന്നില്ല, ആർക്കും തോന്നില്ല അങ്ങനെയാണെന്നുള്ളത്. അതൊരു സ്വാഭാവികമാണ്. ശേഷം അതൊക്കെ കഴിയുമ്പോഴാണ് അത് തോന്നുക. മേലെ ആകാശം, താഴെ ഭൂമി, വേറൊന്നുമില്ല, ഒരു പ്രാരാബ്ധമില്ല. ആ ഒരർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ കൃത്യമായി നമ്മൾ ഉദ്ദേശിക്കുന്നതിനനുസരിച്ച് വിനിയോഗിക്കാവുന്ന ഒരു കാലമാണ് വിദ്യാർത്ഥി ജീവിതം. അല്ലാത്ത ഒരു കാലത്ത് അതിന് സാധിക്കില്ല. പലരും നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കും. അവർക്ക് ഇടപെടാനുള്ള അവകാശമുണ്ട്. നമ്മളൊരു വൈവാഹിക ജീവിതത്തിലേക്ക് പോയാൽ അവിടെ ഭാര്യയ്ക്ക് നമ്മളിൽ ഇടപെടാനുള്ള അവകാശമുണ്ട്. നമ്മൾ കുറച്ചുകൂടെ മുതിരുമ്പോൾ, മക്കള് എന്ന അർത്ഥത്തിലേക്ക് കൂടെ വരുമ്പോൾ, കുടുംബം വിപുലപ്പെടുമ്പോൾ ഭാര്യക്കപ്പുറത്ത് മക്കൾക്ക് കൂടെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള അവകാശമുണ്ട്. അതിൻ്റെയും അപ്പുറത്ത് നമ്മൾ ബന്ധപ്പെടുന്ന ആളുകൾ, അവർക്ക് കൂടെ നമ്മളിൽ ഇടപെടാൻ അവകാശമുണ്ട്. അവരെയും കൂടെ പരിഗണിച്ച് വേണം എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്താൻ. അവരെയും കൂടെ ഉൾക്കൊണ്ട് വേണം ഞാനത് ചെയ്യാൻ. അതേസമയം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും അത്ര സങ്കീർണതയിലൊന്നും ആലോചിക്കാതെ
വളരെ എളുപ്പത്തിൽ തൻ്റേതായ താല്പര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ജീവിതമാണ് വിദ്യാർത്ഥിക്കാലം എന്നുള്ളത്. പലപ്പോഴും അത് അലസമായി പോകാറാണ് പതിവ്. വേണ്ടത്ര ശ്രദ്ധയോടെ അതിനെ വിനിയോഗിക്കാൻ നമുക്ക് കഴിയാറില്ല. ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ മാറ്റിയെടുക്കുക എന്നതാണ് ഇന്നലെയും ഇന്നുമായി ചില ചിന്തകൾ, ചില വിചാരങ്ങൾ, ചില കൃത്യപ്പെടുത്തലുകൾ, ചില കൃത്യമായ പ്രവർത്തനങ്ങൾ, ഇതിലേക്കെല്ലാം കൂടെ നിങ്ങളെ ഒന്ന് മനസ്സ് പാകപ്പെടുത്തണം എന്ന അത്യുത്കൃഷ്ടമായ ലക്ഷ്യത്തോടെ നിങ്ങളെ വിളിച്ചു കൊണ്ടുവന്നതാണ്. തീർച്ചയായും ആ ലക്ഷ്യത്തിലേക്ക് ഒരു പരിധിവരെയെങ്കിലും നിങ്ങൾക്ക് പോകാൻ കഴിയുന്നുവെങ്കിൽ ഞാൻ ഉറപ്പു പറയുന്നു, നിങ്ങൾ ജീവിതത്തെ ഏറ്റവും മനോഹരമായി അടയാളപ്പെടുത്തുന്ന ആളുകളായി മാറും. അള്ളാഹു അങ്ങനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭൂമിക്ക് ഭാരമായി ജീവിക്കുന്നതിനേക്കാൾ ഭൂമിക്ക് സുഹൃതങ്ങളായി നമ്മൾ ഓരോരുത്തരും മാറുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു താല്പര്യമായി ഉണ്ടാകേണ്ടത്. ആ അർത്ഥത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളിലേറെ ശ്രേഷ്ഠം സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ് എന്നതാണ്. അള്ളാഹു കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളിലേറെ ആളുകളും വഞ്ചിതരായി പോകുന്ന രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. അതിലൊന്ന് ആരോഗ്യവും രണ്ടാമത്തത് ഒഴിവു സമയവുമാണ് എന്ന് പറയുകയാണ്. എന്നെ കണ്ടുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പറഞ്ഞത്. നമ്മ ഓരോരുത്തരെയും കണ്ടുകൊണ്ടാണ് 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്തു നിന്ന് ലോകത്തിൻ്റെ നേതാവ് നമ്മളോടങ്ങനെ സംവദിക്കുന്നത്. ആ പറഞ്ഞ വാചകത്തെ നമ്മുടെ കൽബിലേക്ക് കൊണ്ടുവന്ന് തീർച്ചയായും നമ്മൾ ഒരു ശക്തിയുള്ള, ശേഷിയുള്ള, നിലപാടുള്ള, കാഴ്ചപ്പാടുള്ള, നല്ല ചടുലമായ മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാർത്ഥിയായി ഞാൻ മാറണം എന്ന ഉറച്ച പ്രഖ്യാപനത്തോടെ, മനസ്സിലാണ് ആ പ്രഖ്യാപനം ആവശ്യം. അങ്ങനെ നിർവഹിച്ചുകൊണ്ട് നമുക്കിവിടെ നിന്ന് പിരിയാൻ പറ്റിയാൽ ഏറെ സന്തോഷമാണ്. ഞാൻ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ച ഒരു ഹദീസ് കൂടെ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ എങ്ങനെയാകണം എന്നതിനെക്കുറിച്ച് കൂടെ ആലോചിക്കാനാണ്. നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും ഒക്കെ എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച്, വിനിയോഗിക്കേണ്ട വ്യത്യസ്തങ്ങളായ തലങ്ങൾ, അഭിമുഖീകരിക്കുന്ന വ്യത്യസ്ത പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴും ആ ചെയ്യലിന് ഒരു പ്രചോദനം കിട്ടുന്നതിന് വേണ്ടി മാത്രം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വാചകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് പറയുന്നു, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനിൽ ളഈഫ് വഫീ കുല്ലി ഖൈർ. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ മുഅ്മിനുൽ ഖവിയ്യ്, ശക്തിമാനായ ഒരു വിശ്വാസി, ഖൈറുൻ, അയാളാണ് ഏറ്റവും ഗുണവാൻ, വഅഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നവനായി മാറുന്നവനും അവൻ തന്നെയാണ്. ആരെക്കാൾ? മിനൽ മുഅ്മിനിൽ ളഈഫ്, അതെ, ദുർബലനായ ഒരു വിശ്വാസിയേക്കാൾ. വഫീ കുല്ലി ഖൈർ, എല്ലാ ഗുണപരമായ കാര്യങ്ങളിലും ഒരു ദുർബലനായ വിശ്വാസിയേക്കാൾ കരുത്തുള്ള വിശ്വാസിയാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഇഷ്ടമുള്ളവൻ എന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ജന്മം കൊണ്ട് വിശ്വാസിയാകാൻ സൗഭാഗ്യം ലഭിച്ചവർ അതേറെ ഭാഗ്യമാണ് എന്ന തിരിച്ചറിവിലാണ് നമ്മളെപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കേണ്ടത്. ഈമാനിൻ്റെ പ്രകാശമെങ്ങാനും അസ്തമിച്ചു പോയാൽ ഈ ജഡത്തിന് പ്രസക്തിയില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. എവിടെയെങ്കിലും വെച്ച് ഈമാനിന് കളങ്കം പറ്റുന്ന ചില കാര്യങ്ങളിലേക്ക് അറിയാതെ ചെന്നു ചാടിയാൽ വലിയ ഗർത്തത്തിലാണ് ഞാൻ ചെന്നുപോയി വീണത് എന്ന ഒരു ചിന്തയും നമ്മുടെ കൽബിലുണ്ടാകണം. ഔദാര്യമാണ് ഈമാൻ, അവകാശമായി ലഭിച്ചതല്ല, സൃഷ്ടാവ് കനിഞ്ഞു നൽകിയതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ യുസ്ബിഹു മുഅ്മിന വയുംസി കാഫിറ വയുസ്ബിഹു കാഫിറ വയുംസി മുഅ്മിന, വളരെ വേഗത്തിൽ ഈമാനിൻ്റെ പ്രകാശം ഒരുപക്ഷേ അകത്തേക്ക് കടന്നു വരും, അതിവേഗത്തിൽ അത് തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അവസാന കാലത്തിൻ്റെ അടയാളമായി ലോകത്തിൻ്റെ നേതാവ്
സ്നേഹപൂർവ്വം പറഞ്ഞ വാചകങ്ങളാണിത്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഹൃദയാന്തരങ്ങളിൽ ഔദാര്യമായി അള്ളാഹു തന്നിട്ടുള്ള വിശ്വാസത്തിൻ്റെ കണികയെങ്ങാനും അസ്തമിച്ചു പോയാൽ പിന്നെ നമുക്കർത്ഥമില്ല, നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് തിരിച്ചറിയണം. നമ്മുടെ പരിസരങ്ങൾ ആ വിശ്വാസത്തെ കാർന്നു തിന്നാവുന്നതാണ് എന്നറിയാം. അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഇവിടെ നടന്നു കാണും. ഈമാനിൽ നിന്ന് നമ്മെ അകറ്റിയിട്ട് നമുക്ക് പ്രൗഢിയും നമുക്ക് പ്രതാപവും നമുക്ക് പ്രസക്തിയും നമുക്ക് സന്തോഷവും നമുക്ക് ജീവിതത്തിൻ്റെ സർവാധി സുഖങ്ങൾക്കും വഴിയൊരുക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഊർജമാണ്, അതിന് ഏറ്റവും വലിയ കാരണമാണ് ഈമാൻ എന്ന് പറയുന്നത്. ഈമാനുള്ളവനെ അജബുൽ അംരിൽ മുഅ്മിൻ എന്ന് പറയാൻ അതാണ് കാരണം. എല്ലാം സന്തോഷത്തിൻ്റെ സന്ദർഭങ്ങളാണെങ്കിലും സന്താപത്തിൻ്റെ സാഹചര്യങ്ങളാണെങ്കിലും സൃഷ്ടാവിലേക്ക് മനസ്സ് ചേർത്തു വെച്ച് അല്ലാഹ് എന്ന് പറയുമ്പോഴേക്ക് വലിയ ഭാരമേറിയ മനസ്സിൻ്റെ തലങ്ങൾ മുഴുവനും ഉരുകിയില്ലായ്മ ചെയ്ത് കണ്ടടങ്ങളിലൂടെ ഒലിച്ചു വരുന്ന കണ്ണുനീരിലൂടെ എല്ലാ പ്രയാസങ്ങളെയും തീർത്ത് ഇലല്ലാഹ് എന്ന വിചാരത്തിലേക്ക് ചേരുമ്പോഴേക്ക് എല്ലാം സ്വസ്ഥമാകുകയാണ്, എല്ലാം സന്തോഷമാകുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന വികാരം അത് ഈമാനാണ്. ആ ഈമാനിൻ്റെ വിശുദ്ധിയിൽ നിൽക്കുമ്പോഴേ നമുക്ക് സംതൃപ്തമായൊരു ജീവിതത്തിന് സാധ്യതയുള്ളൂ എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. നമ്മുടെ ഹൃദയാന്തരങ്ങൾ ഒരാത്മീയമായ വഴിയിലേക്കും കരുത്തുള്ള ഒരു മാനസികാവസ്ഥയിലേക്കും ചേർന്ന് വേണം ഇവിടെ നിന്ന് പിരിയാൻ എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് എൻ്റെ സംസാരം. ഈ സംസാരത്തിന് ഞാൻ ആകെ കൊതിക്കുന്നത്, നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ അങ്ങനെ ഒരു ചിന്ത എൻ്റെ വാചകങ്ങളെ കൊണ്ട്, എൻ്റെ കുറഞ്ഞ സമയത്തിൻ്റെ ഇടപെടലുകളെ കൊണ്ട് സാധിച്ചാൽ അതെനിക്ക് വലിയ പ്രോഫിറ്റാണ്, അതെനിക്ക് വലിയ ലാഭമാണ്. എൻ്റെ ആത്മീയമായ വഴിയിൽ വലിയ പ്രതിഫലമായി എഴുതി ചേർക്കാവുന്ന ഒരു സൽക്കർമ്മമായി ഞാനിതിനെ കാണുകയാണ്. അങ്ങനെ കണ്ടുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ അർത്ഥത്തിൽ നമ്മുടെ വിശ്വാസം കളങ്കപ്പെട്ടു പോകാതിരിക്കാനുള്ള ജാഗ്രത നമുക്കുണ്ടാകുന്നതോടൊപ്പം ആ വിശ്വാസത്തിൻ്റെ തനിമയും പൊലിമയും നിറഞ്ഞു നിൽക്കാനുള്ള വഴികളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. നമ്മൾ എത്ര സൗഭാഗ്യവാന്മാരാണ്. വിശ്വാസിയാകുന്നു എന്നുള്ളതിനെ ആത്മാഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. മറ്റെല്ലാ മനുഷ്യ വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏറ്റവും പ്രൗഢമായ, സുന്ദരമായ, ബൗദ്ധികമായ, യുക്തിപരമായ ആശയങ്ങളെ പേറാൻ സൗഭാഗ്യം ലഭിച്ച ആളുകൾ ആത്മാഭിമാനപൂർവ്വം ആരുടെയും മുന്നിൽ നിങ്ങൾ ആര് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു മുസ്ലിം എന്ന കരുത്തോടെ പറയാൻ നമുക്ക് ശേഷിയുണ്ട്, ഫലമുണ്ട്. ആദർശത്തിൻ്റെ പിൻബലം കൊണ്ടാണ് നമുക്കത് ലഭിക്കുന്നത്. എവിടെയും തളർന്നു പോകുന്ന ആദർശങ്ങളല്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരന്മാരായ പ്രിയപ്പെട്ട സ്വഹാബാക്കളും അവരിലൂടെ കൈവഴിയായി കടന്നു വന്ന സലഫ് സ്വാലിഹീങ്ങളുടെ വഴികൾ, ആ വഴികളിലേക്ക് അറിയാതെ നമ്മൾ കണ്ണി ചേർത്തു നിർത്തിത്തന്ന സാത്വികരായ പണ്ഡിത ശ്രേഷ്ഠർ, അങ്ങനെ ഒഴുകി വരുന്ന ആദർശത്തിൻ്റെ സുന്ദരമായൊരു പ്രയാണം, ആ പ്രയാണത്തിൻ്റെ വഴിയിൽ ചേർക്കപ്പെട്ടു എന്നതിൻ്റെ സന്തോഷത്തിൽ എന്നും നിലനിൽക്കാൻ പറ്റുന്ന, ആരുടെ മുന്നിലും കരുത്തോടെ പറയാൻ പറ്റുന്ന, പതറാതെ നമുക്ക് പിടിച്ചു നിന്ന് നമ്മുടെ ആശയത്തെ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആശയ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കാൻ പലർക്കും ഭാഗ്യമില്ല. അങ്ങനെ ഒരു ആദർശത്തിൻ്റെ പിഴക്കാത്ത, മാറാത്ത, ഭേദഗതിയില്ലാത്ത, ഒരിക്കലും ഒരു മാറ്റത്തിനും വിധേയമാകാത്ത, ഏറ്റവും മനുഷ്യസ്പർശിയായ, ഈ ലോകത്തോട് ചേർന്ന് നിൽക്കുന്ന, ഈ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന, സർവത്തിനോടും ചേർന്ന് നിൽക്കുന്ന, എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന, എല്ലാത്തിനെയും ആവാഹിക്കുന്ന, ഏറ്റവും നല്ല രീതിയിൽ ഈ ലോകത്തെ ഡിസൈൻ ചെയ്ത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വിശുദ്ധമായ ഒരു മതത്തിൻ്റെ, അതിൻ്റെ ആദർശത്തിൻ്റെ തണലിൽ, അതിൻ്റെ ഒരു ലാളനയിൽ, അതിൻ്റെ ഒരു കുടച്ചുവട്ടിൽ, ആ ഒരു വലിയ വടവൃക്ഷത്തിൻ്റെ താഴെ നമുക്ക് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത് എത്രമേൽ അഭിമാനമാണ്, എത്രമേൽ സന്തോഷമാണ് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാനിതെന്തിനാണ് ഇതിങ്ങനെ സൂചിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, ഹൃദയാന്തരങ്ങളിൽ ജന്മം കൊണ്ട് കനിഞ്ഞു കിട്ടിയ ഈമാനിൻ്റെ മൂല്യത്തെ ഒന്ന് ആലോചിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഹൃദയാന്തരങ്ങൾ
വഴിയോരങ്ങളിൽ അതിനെക്കുറിച്ചുള്ളൊരു ചിന്ത ചെറിയ നിലക്കെങ്കിലും ലഭിക്കുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ ജന്മം കൊണ്ട് ലഭിച്ച വിശ്വാസത്തെ ജീവിതത്തിൻ്റെ വഴിയോരങ്ങളിൽ എവിടെയും കളങ്കപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും നല്ല നിലപാടുള്ള കരുത്തുള്ള ഒരാളായി മാറുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ വാചകത്തെ ഒന്ന് വിശദീകരിക്കാം നമുക്ക്. അവിടുന്ന് പറയുന്നുണ്ട്, അൽ മുഅ്മിനുൽ ഖവിയ്യു, ആരാണ് കവിയായ വിശ്വാസി എന്നതിനെ മുഹദ്ദിസുകൾ വിശദീകരിക്കുകയാണ്. വൽ മുറാദു ബിൽ മുഅ്മിനിൽ ഖവിയ്യ, കവിയായ ഒരു വിശ്വാസിയുടെ ഉദ്ദേശ്യം എന്താണ്? അതിൽ പ്രാഥമികമായി പറയാനുള്ളത് അൽ ഖവിയ്യു ഫീ ഈമാനിഹി വ യഖീനിഹി, തൻ്റെ വിശ്വാസത്തിലുള്ള ഉറപ്പ്. ആര് നമ്മുടെ മുന്നിൽ വന്ന് എന്തു പറയുമ്പോഴും ആ പറയുന്ന സമയത്തൊക്കെ നമ്മുടെ മനസ്സിലുള്ള ഈമാനിൻ്റെ കരുത്ത് തെളിയിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ ആ വിശ്വാസത്തിൻ്റെ ബലത്തിലാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് ഞാൻ ശക്തിവാനാകുന്നത്. രണ്ടാമത് പറയുന്നുണ്ട് അൽ ഖവിയ്യു ഫീ ത്വാഅത്തി റബ്ബിഹി വ നുസ്റതി ദീനിഹി. രണ്ടാമത്തത് ഒരു കവിയായ മുഅ്മിനിൻ്റെ അടയാളമായി ഓർമ്മപ്പെടുത്തുന്നത് അത് മറ്റൊന്നുമല്ല, അള്ളാഹുവിന് ത്വാഅത്ത് ചെയ്യുന്നതിൽ ശക്തി കാണിക്കുക എന്നതാണ്. അവൻ്റെ ദീനിനെ സഹായിക്കുന്നതിൽ ശക്തി കാണിക്കുക എന്നതാണ്. നമ്മൾ SSF എന്ന പ്രസ്ഥാനത്തിൻ്റെ ചുവട്ടിലേക്ക് ചേർന്ന് നിന്ന് ഒരു വിദ്യാർത്ഥി സംഘമായി മുന്നോട്ട് പോകുമ്പോൾ ഈ സംഘടന നമുക്ക് എന്ത് തരുന്നു എന്നതിൻ്റെ ഉത്തരം ആരാധനകളുടെ വഴിയിൽ നമ്മളെ ചേർത്ത് നിർത്തുകയാണ്. ഇന്നലെ മുതൽ ഇതുവരെയുമായി നമ്മൾ കുറേ റക്അത്ത് നിസ്കരിച്ചിട്ടില്ല, ശരിയാണ്. ഒരുപാട് ദിക്റുകൾ നമ്മൾ ചെല്ലിയിട്ടില്ല, അതും വസ്തുതയാണ്. നമ്മൾ ആത്മീയമാണ് എന്ന് സാധാരണയായി പ്രകടമായി നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊന്നും അത്രമാത്രം ഇരുന്ന് ചെയ്തതായി നമുക്ക് അനുഭവമില്ല. പക്ഷേ നമ്മൾ ഇന്നലെ മുതൽ ആരംഭിച്ച സമയം അത്രയും ഈ ഘട്ടം വരെ നമ്മൾ ഓരോ സെക്കൻഡുകളും അള്ളാഹുവിലേക്കാണ്, അള്ളാഹുവിൻ്റെ ത്വാഅത്തിലാണ്. നമ്മൾ ആത്മീയമായ വളർച്ച ലക്ഷ്യം വെച്ച് ധാർമ്മികമായ വഴിയിലൂടെ ചേർന്ന് നിൽക്കണമെന്ന് കൊതിച്ച് അള്ളാഹു അനുഗ്രഹമായി തന്ന ഈ സമയത്തെ ഒഴിവുകാലത്തെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നത് അതൊരു ജിഹാദാണ്. നമുക്ക് മറ്റു പലരെപ്പോലും പലതും ചെയ്യാൻ പറ്റുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ മാറിയിട്ട് സ്വയം തീരുമാനിച്ച്, ഒരുപക്ഷെ വരുന്ന സമയത്ത് സമ്മർദ്ദങ്ങളുണ്ടെങ്കിലും ഈ സമയം അത്രയും ഇരിക്കുന്നതിൽ മനസ്സിൻ്റെ താല്പര്യം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് സമയം വിനിയോഗിക്കാൻ കഴിഞ്ഞ ഭാഗ്യവാന്മാരായ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരമുണ്ട്. ആ സന്തോഷം എന്ന് പറയുന്നത് ഈ മണിക്കൂറുകളെല്ലാം നമുക്ക് ത്വാഅത്തിലായി അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലായി വിനിയോഗിക്കാൻ പറ്റി എന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്ന് തുടങ്ങുന്നത് എന്താണ്, നമ്മൾ ഈ നിലക്ക് അവസാനിക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ആരംഭിക്കുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കലാണ്. നമ്മുടെ പരിസരത്തുള്ള സർവരിലേക്കും ഈ സത്യത്തിൻ്റെ ആദർശത്തെ മുറുകെ പിടിക്കുന്ന വിദ്യാർത്ഥി സംഘത്തിലേക്ക് അവരറിയാതെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ അവരെ ചേർത്തു നിർത്തിയിട്ട് അവരിലേക്ക് കൂടെ ഈമാനിൻ്റെ ഹിദായത്തിൻ്റെ ഒരു വെളിച്ചം പകർന്നു നൽകാൻ പറ്റിയാൽ അൽഹംദുലില്ലാഹ് നമ്മൾ കഴിവുള്ള ശേഷിയുള്ള ഒരു മുഅ്മിനായി മാറാൻ നമുക്ക് കഴിയും. ഞാൻ ചുരുക്കുകയാണ്. വൽ ഖവിയ്യു ഫീ ഇഹ്ഖാഖിൽ ഹഖ് വ ഇബ്താലിൽ ബാത്തിൽ. സത്യത്തെ സത്യമായി കാണാൻ കഴിയണം, അസത്യത്തെ അസത്യമായി കാണാൻ കഴിയണം. കഴിഞ്ഞിട്ടില്ല. വൽ ഖവിയ്യു ഫിൽ ഇൽമി വൽ ജിസ്മ. അറിവിൽ ശക്തി വേണം, ശരീരത്തിനും ശക്തി വേണം. വൽ ഖവിയ്യു അലാ മുവാജഹത്തിൽ സുആബി വതഹമ്മുലിൽ മശഖാത്ത് വസ്വാബിരി അലൽ മകാരിഹ് വറാളി ബിൽ ഖളാഇ വൽ ഖദരി ഖൈരിഹി വശർരിഹി. ഇങ്ങനെ ഖവിയായ ഒരു വിശ്വാസിയുടെ അടയാളമായി കൃത്യമായി വിശദീകരിക്കുകയാണ്. പ്രയാസങ്ങളെ ഏറ്റെടുക്കാനുള്ള കഴിവ്, വലിയ ഭാരങ്ങളെ ചുമക്കാനുള്ള ശേഷി, അതേപോലെ തന്നെ സർവ്വതിലും എല്ലാ തീരുമാനത്തിലും സംതൃപ്തി അടയാനുള്ള ശേഷി, ഇതെല്ലാം ഉണ്ടാകുന്ന ഒരാളാണ് കവിയായ മുഅ്മിൻ. ആ മുഅ്മിനിനോടാണ് അള്ളാഹുവിന് വലിയ ഇഷ്ടം എന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു ദുർബലനായ വിശ്വാസിയായി ജീവിക്കുന്നതിന് പകരം ഒരു ശക്തിവാനായ മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാൻ നിങ്ങൾ ഓരോരുത്തരും സന്നദ്ധമാകണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു ശക്തിയുള്ള മുസ്ലിമായി മാറാനുള്ള തീരുമാനം
അൽ മുഅ്മിനുൽ ഖവി, കവിയായ മുഅ്മിനാകാനുള്ള തീരുമാനം നിങ്ങൾ എടുക്കുന്നുവെങ്കിൽ അതിന് ഊർജം നൽകുന്ന പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ വ്യക്തി ജീവിതം ഏറ്റവും ശുദ്ധമാകുക എന്നതും നമ്മുടെ കൂടെയുള്ള മറ്റുള്ള ആളുകളെ കൂടെ ഈ നല്ല വഴിയിലേക്ക് ചേർത്ത് നിർത്തുക എന്നതും കൂടെയാണ്. നമുക്ക് പുതിയ കാലത്ത് ആക്ഷേപങ്ങളെ കൊണ്ട് ഒരാളെയും നന്നാക്കാൻ കഴിയില്ല. അധിക്ഷേപത്തിൻ്റെ പ്രയോഗങ്ങളും നമുക്ക് പറ്റിയതല്ല. സ്നേഹമെന്ന ആയുധത്തെ ഉപയോഗിച്ച് വേണം നമ്മുടെ ദൗത്യങ്ങളെല്ലാം നിർവഹിക്കാൻ. എൻ്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, വിശുദ്ധ ഇസ്ലാമും അങ്ങനെ തന്നെയാണ് താല്പര്യപ്പെടുന്നത്. നിങ്ങൾ നോക്കൂ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ഹദീസ് നിങ്ങളെ മുന്നിലേക്ക് വെക്കുകയാണ്. പുതിയ കാലത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയത്തോട് ചേർന്നുകൊണ്ടുള്ള ഒരു പ്രയോഗം എന്താണെന്നറിയോ? നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നവരാകരുത്. നിങ്ങളെ കൽബ് വരണം ഏതിലേക്കെന്നറിയോ? അള്ളാഹുവിൻ്റെ ഔദാര്യത്തിലേക്ക്, അവൻ്റെ ഇഷ്ടത്തിലേക്ക്, അവൻ്റെ കാരുണ്യത്തിലേക്ക്, അവൻ്റെ വിശാലമായ മഗ്ഫിറത്തിലേക്ക്. അരുതായ്മകൾ ഒരുപാട് ചെയ്തു പോയിട്ടുണ്ട്, ശരിയാണ്. ഹറാമിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചു എന്നതും പറ്റിപ്പോയതാണ്. നമ്മൾ അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചതല്ല. ചില സാഹചര്യങ്ങളെ കൊണ്ട് അങ്ങനെയൊക്കെ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നവർ നിങ്ങൾ മോശക്കാർ, നിങ്ങൾ കൊള്ളാത്തവർ, നിങ്ങൾ നന്നാകാത്തവർ എന്ന് പറയാൻ SSFകാരായ നമുക്ക് കഴിയില്ല. അങ്ങനെ ഒരു ശീലമല്ല നമുക്കുള്ളത്. അവരോടും നമുക്ക് ഹൃദയാന്തരങ്ങളിൽ സഹതാപത്തിൻ്റെ മനസ്സാണുള്ളത്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു കൂട്ടുകാരൻ നശിക്കുന്നത് ഹബീബിനെ ഇഷ്ടപ്പെടുന്ന എനിക്കെങ്ങനെയാണ് കൽബുകൊണ്ട് സഹിക്കുക? എൻ്റെ നാട്ടുകാരൻ, എൻ്റെ ബെഞ്ചിലിരിക്കുന്നവൻ, എൻ്റെ കൂട്ടുകാരൻ, എന്നോടൊപ്പം ക്ലാസ് മുറിയിൽ പങ്കുവെക്കുന്നയാൾ, അയാൾ ഇങ്ങനെ ഹറാമുകൾ ചെയ്യുമ്പോൾ അവൻ പോയി തുലയട്ടെ എന്ന് വിചാരിക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ഒരു ആക്ഷേപത്തിൻ്റെ മനസ്സുകൊണ്ട് അവരോട് സമീപിക്കാനും നമുക്ക് നിവൃത്തിയില്ല. പിന്നെ എന്താണ്? അവൻ എൻ്റെ കൂട്ടുകാരനാണ്, ഈ ഉമ്മത്തിലെ ഒരു പ്രിയപ്പെട്ട സഹോദരനാണ്. ആ സഹോദരൻ്റെ ജീവിതം ഇങ്ങനെ നശിക്കുന്നത് എൻ്റെ കൽബിന് സഹിക്കുന്നതല്ല എന്ന് നിങ്ങളെ മനസ്സുകൊണ്ട് നിങ്ങളെപ്പോഴും ആലോചിക്കണം. അങ്ങനെ ആലോചിക്കുമ്പോഴേ നിങ്ങളിൽ നിന്നുള്ളൊരു പ്രതിപ്രവർത്തനം ഉണ്ടാകൂ. കാണുന്ന കാഴ്ചകളോട് വികാരങ്ങളില്ലാതെ നിർവികാരമായിട്ടാണ് നിങ്ങൾ പ്രതികരിക്കുന്നതെങ്കിൽ എൻ്റെ കൂട്ടുകാരെ, നമ്മളെ കൊണ്ടൊന്നും സംഭവിക്കില്ല, നമ്മളെ കൊണ്ടൊന്നും സംഭവിക്കില്ല. നിങ്ങളുടെ മനസ്സിനെ ഒന്നുകൂടെ എനിക്ക് തരണം. ചില ആളുകൾ ഇങ്ങനെ അറിയാതെ വൈകുന്നേരത്തിൻ്റെ സന്ധ്യാവെയിൽ ഉറങ്ങിപ്പോണ്ടോന്നൊരു സംശയമുണ്ട്. ഇല്ലല്ലോ ഇല്ല ഇൻഷാ അല്ലാഹ്. ഒന്നുണ്ടെങ്കിൽ പരിസരത്തെ ആളുകളൊന്ന് തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഉറങ്ങാൻ ആരും പരിസരത്തുള്ള ആൾ സമ്മതിക്കാൻ പാടില്ല. അതേസമയം ഉറക്ക് വരാതിരിക്കാനുള്ള സപ്പോർട്ട്, അത് നന്മയ്ക്ക് വേണ്ടിയുള്ള സപ്പോർട്ടാണ്, അത് ചെയ്യാൻ വേണം ഇൻഷാ അല്ലാഹ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു വാചകം, ആ വാചകം നമുക്ക് ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ളതാണ്. തെറ്റുകൾ ചെയ്യുന്ന ആളുകളോട് നമുക്ക് സങ്കടങ്ങളാണ്, നമുക്ക് വേദനയാണ്. അവൻ നശിച്ചു പോകുന്നതിലുള്ള വേദനയാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. അവനെ ആക്ഷേപിക്കുകയല്ല വേണ്ടത്. ആക്ഷേപിക്കുന്നതിന് പകരം സ്നേഹപൂർവ്വം അവനെ ഒന്ന് തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെ മനസ്സ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന റജുലൈനി കാനാ ഫീ ബനി ഇസ്രായീല മുതഹബ്ബൈൻ. ബനി ഇസ്രായേൽ വിഭാഗത്തിൽപ്പെട്ട രണ്ട് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂട്ടുകാരാണ്, നമ്മളെപ്പോലെയാണ്. അവർ രണ്ടുപേരും കൂട്ടുകാരായി ജീവിച്ച ആളുകളാണ്. രണ്ടുപേരുടെയും സ്വഭാവം രണ്ടാണ്. അഹദുഹുമാ മുജ്തഹിദുൻ ഫിൽ ഇബാദ. ഒരാൾ ആരാധനയിൽ നല്ലോണം അധ്വാനിക്കുന്നയാളാണ്. അയാൾ പക്ക 100% SSFകാരനാണ്, എല്ലാ വിഷയത്തിനും ഓക്കെയാണ്. ആ അർത്ഥത്തിൽ ജീവിക്കുന്ന ഒരാൾ. വല്ലാഹറു, മറ്റേയാളോ യഖൂൽ, പറയുകയാണ് മുദ്നിബുൻ, അയാൾ പാപിയാണ്, തെറ്റ് ചെയ്തു പോകുന്നയാളാണ്. അങ്ങനെ തെറ്റ് ചെയ്തു പോകുന്നയാളാണ് ഒരു കൂട്ടുകാരൻ. മറ്റേയാൾ നല്ല അധ്വാനമുള്ളയാളാണ് ഇബാദത്തിൽ. ഫജഅല യഖൂൽ, തെറ്റുകാരനായ കൂട്ടുകാരൻ അനാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ നല്ലത് ചിന്തിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള കാലങ്ങളിൽ പ്രയോഗിക്കേണ്ട രീതി എന്ത് എന്നുകൂടെ, ഒരു വലിയ ദൗത്യ നിർവഹണത്തിൽ നമ്മുടെ നിലപാട് എങ്ങനെയായിരിക്കണം എന്നുകൂടെ ബോധ്യപ്പെടുത്താനാണ്. തെറ്റ് ചെയ്യുന്ന സമയത്ത് തൻ്റെ മറ്റേ കൂട്ടുകാരൻ, ആത്മീയമായ ചിന്തയുള്ള ആ സുഹൃത്ത് പറയും, അഖ്സുർ അമ്മ അൻത ഫീ, നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യല്ല, ഇതെന്ത് പരിപാടിയാ എന്നിങ്ങനെ പറയും.
അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും ആ പറച്ചിൽ ഒറ്റയടിക്ക് രസിക്കോ? നമ്മളെ ഒന്ന് ഒരു അസ്വസ്ഥപ്പെടുത്തുന്ന നീ എന്ത് പണിയാണ് എടുക്കണത് എന്ന് ചോദിച്ചാൽ അതിൽ സ്വാഭാവികമായും ഒറ്റയടിക്ക് കൽബിൽ ഒരു അസ്വസ്ഥതയാണ് വരിക. അങ്ങനെ വരുമ്പോൾ ആ മനുഷ്യൻ പറയാണ്, ഹല്ലിനി ഓ റബ്ബി, എന്നോട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ കയർക്കണത്, എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്, എന്നെ ഒഴിവാക്കിക്കൂടെ, ഞാൻ എൻ്റെ റബ്ബുമായി പോയിക്കോളാം എന്ന അർത്ഥത്തിൽ അയാൾ സംസാരിക്കുകയാണ്. അങ്ങനെ ആ സംസാരം അവസാനിച്ചു. അങ്ങനെ ദിവസങ്ങൾ പോയി. അവർ സുഹൃത്തുക്കളായി തന്നെ തുടരുകയാണ്. ക്യാമ്പസിൽ, കലാലയങ്ങളിൽ, ഗ്രാമത്തിൽ, എവിടെയുമാകാം ആ സൗഹൃദ ബന്ധം അതിലായി ഇങ്ങനെ തുടർന്നു പോകുമ്പോൾ അതാ വീണ്ടും അതിനേക്കാൾ വലിയ ഒരു തെറ്റിലേക്കാണ് ഇയാൾ ചാടിയത്. ഫഖാൽ, ഉടനെ ഇയാൾ കൂടെയുള്ള കൂട്ടുകാരൻ പ്രതികരിക്കുന്നു, ഖസുർ, നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ല, എന്ത് പണിയാണ് എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചപ്പോൾ ഫഖാൽ, അയാൾ വീണ്ടും പറയുന്നു, ഹല്ലിനി ഓ റബ്ബി, എന്നെ നിങ്ങൾ ഒഴിവാക്കിയേ, എൻ്റെ റബ്ബുണ്ട് എനിക്ക് എന്ന അർത്ഥത്തിൽ അയാൾ സംസാരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയാളിങ്ങനെ ടോർച്ചർ ചെയ്ത് പിന്നാലെ കൂടുക അതിൻ്റെ ആവശ്യമില്ല. ഒരു തെറ്റ് ചെയ്യുമ്പോൾ അയാളെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രീതിയിൽ ഒരു പ്രയോഗവും നമ്മൾ നടത്തേണ്ടതില്ല. അയാളെ നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള സ്നേഹപൂർവ്വമുള്ള സംസാരം, അതാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന പ്രയോഗങ്ങളല്ല നമ്മൾ പറയേണ്ടത്. അങ്ങനെ വല്ലാതെ ഇങ്ങനെ പിന്നാലെ കൂടി എന്താ ഇങ്ങനെ ചോദിച്ച് ശല്യം ചെയ്യുമ്പോൾ, ആ ശല്യം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചോദിച്ചു പോകും, അല്ല നീ എന്നെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇയാൾ ചോദിക്കുകയാണ്, അല്ല മനുഷ്യ, എപ്പോഴും ഇങ്ങനെ എൻ്റെ പിന്നാലെ കൂടിയിട്ട് ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും എന്നെ നിങ്ങളിങ്ങനെ സംസാരിച്ചിട്ട് അസ്വസ്ഥപ്പെടുത്തുമ്പോൾ അയാളെ തിരിച്ചു ചോദ്യമാണ്, നിങ്ങളെ എൻ്റെ റഖീബായിട്ട്, നമ്മളെ ഹസനാത്ത് സയ്യാത്തുകൾ രേഖപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ഉത്തരവാദിപ്പെടുത്തിയ മലക്കുകളുണ്ട്, റഖീബ് അതീദ്, അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് റഖീബായിട്ട് വന്നതാണോ? ഫഖാല, ആ സമയത്ത് ഈ കൂട്ടുകാരൻ പറയാണ്, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക അബദ, നിനക്ക് അള്ളാഹു ഒരിക്കലും പുറത്തു തരാതിരിക്കട്ടെ, വലാ യുദ്ഖിലുകൽ ജന്ന, നിങ്ങൾ അള്ളാഹു സ്വർഗത്തിൽ കടത്താതിരിക്കട്ടെ എന്ന നിലക്ക് അദ്ദേഹം പറഞ്ഞുപോയി. ആ ഒരു ഈർഷ്യതയിൽ, ആ ഒരു പശ്ചാത്തലത്തിൽ അയാളോടുള്ള ഒരു വിരോധം പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, അള്ളാഹു മലക്കുൽ മൗത്തിനെ രണ്ടുപേരിലേക്കും അയക്കുകയാണ്. ഫഖബല അർവാഹഹുമാ, രണ്ടുപേരുടെയും റൂഹിനെ പിടിക്കുകയാണ്. ഫജ്തമഅ ഇൻദ, സൃഷ്ടാവിൻ്റെ സവിധത്തിൽ രണ്ടുപേരെയും ഒരുമിച്ച് കൂട്ടുകയാണ്. ഇവിടെ നിങ്ങളെ കൽബനിക്ക് തരണം. അരുതായ്മകൾ നമ്മുടെ കലാലയ ജീവിതത്തിൽ വേണ്ടാത്തരങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മുക്തമായിട്ട് നമുക്ക് കരകയറി വരാനുള്ള വഴി അള്ളാഹു നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നുണ്ട് എന്ന ഒരു പ്രതീക്ഷയുടെ മനസ്സുകൂടെ നിങ്ങൾക്ക് കിട്ടാനാണ്. ഞാൻ എന്തായാലും ശരിയാവില്ല എന്ന ഒരു മാനസികാവസ്ഥയിൽ തിരിച്ചു പോകാനല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, രണ്ടുപേരെയും അള്ളാഹുവിലേക്ക് തിരിച്ചു വിളിച്ചു. അങ്ങനെ തിരിച്ചു വിളിച്ചിട്ട് അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് ആ രണ്ട് കൂട്ടുകാരെയും ഒരുമിപ്പിച്ചു നിർത്തുകയാണ്. രണ്ടുപേരെയും സൃഷ്ടാവിൻ്റെ സവിധത്തിൽ ഒരുമിച്ച് നിർത്തുകയാണ്. ഫഖാല ലിൽ മുദ്നിബ്, തെറ്റുകാരനോട് ചോദിക്കുന്നു, അല്ലാഹു പറയുകയാണ്, ഉദ്ഖുലിൽ ജന്ന ബിറഹ്മതി, ജീവിതത്തിൻ്റെ വഴിയോരങ്ങളിൽ അറിയാതെ അരുതായ്മകൾ സംഭവിച്ചു പോയ കൂട്ടുകാരനോട് പടച്ച റബ്ബ് പറയുകയാണ്, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് അല്ലാഹു പറയാൻ. ബിറഹ്മതി, എൻ്റെ വിശാലമായ കാരുണ്യം കൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം. സുബ്ഹാനല്ലാഹ്, സൃഷ്ടാവ് അടിമകളാകുന്ന നമ്മളോട് കാണിക്കുന്ന ഔദാര്യത്തിൻ്റെ ഒരു ഉദാഹരണം നമ്മളെ കൽബിലേക്ക് ടച്ച് ചെയ്യണം, മനസ്സിലേക്ക് വരണം. നമ്മൾ ആരും മഅസൂമിങ്ങളൊന്നുമല്ല, തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെ ജീവിതത്തിൽ അറിയാതെ സംഭവിച്ചു പോയിട്ടുണ്ടാകും, പലരുടെയും ജീവിതത്തിൽ അറിയാതെ സംഭവിച്ചു പോയിട്ടുണ്ടാകും. അതിൽ നിന്നെല്ലാം കരകയറി വരാനുള്ള വഴി നമുക്ക് തുറക്കപ്പെടുകയാണ്. അള്ളാഹു പറയുകയാണ്, എൻ്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ. വഖാല ലിൽ ആഖർ, മറ്റേയാളോട് പറയുകയാണ്, അതസ്തതിയു അൻ തഹ്ദിറ അലാ അബ്ദി റഹ്മതി, അല്ല സഹോദര, എൻ്റെ റഹ്മത്തിനെ എൻ്റെ അടിമയുടെ മുകളിൽ അത് നിരോധിക്കാൻ നിനക്ക് ആരാണ് അവകാശം തന്നത്? ആരാണ് നിനക്ക് ധൈര്യം തന്നത് അങ്ങനെ പറയാൻ? അങ്ങനെ നിനക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ നീ പറഞ്ഞു, എൻ്റെ അധികാരത്തിൽ കൈയിട്ട് നീ സംസാരിച്ചു. അതുകൊണ്ട് ഇദ്ഹബൂ ബിഹി ഇലന്നാർ,
മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ സമീപിക്കണം എന്നതിനെക്കുറിച്ച് ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട കാര്യമാണ്. നമ്മുടെ കലാലയത്തിൻ്റെ മുറ്റത്തുള്ള ആളുകളോട് ഈർഷ്യതയോടെ, വെറുപ്പോടെ, അല്ലെങ്കിൽ അവരോട് എന്തോ ഒരു മാനസികമായ അവനൊരു മോശക്കാരൻ എന്ന അർത്ഥത്തിലല്ല നമ്മൾ സമീപിക്കേണ്ടത്. മറിച്ച് നമ്മൾ സമീപിക്കേണ്ടത് അവൻ്റെ മനസ്സൊന്ന് നന്നായി കിട്ടാനുള്ള സ്നേഹപൂർണമായ ഇടപെടലുകൾ. അതിനു പകരം ആക്ഷേപത്തിൻ്റെ വടി സ്വീകരിച്ചാൽ അത് അപകടമായി അസ്തമിക്കും എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ മനസ്സ് ഒന്നുകൂടെ അള്ളാഹുവിൻ്റെ വിശാലമായ ഔദാര്യത്തിലേക്ക് കടന്നു വന്നാൽ റബ്ബിലേക്ക് ഖൽബ് തിരിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് അവസാനിപ്പിക്കാവുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമ്മളെയൊക്കെ ജീവിതാനുഭവത്തെ കൃത്യമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും എന്ത് ചെയ്യും? തെറ്റുകളിങ്ങനെ സംഭവിച്ചു പോയിട്ട് നമ്മൾ അറിയാതെ അനാവശ്യങ്ങളിലേക്ക് ചേർന്നിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ നശിപ്പിച്ചു പോകാറുണ്ട്. എന്നാൽ അങ്ങനെ സംഭവിച്ചു പോയ ആളുകൾക്ക് മുഴുവനും പ്രതീക്ഷ നൽകുന്ന ഔദാര്യത്തിൻ്റെ പ്രതികരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്താണ് പറയുന്നത്? ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കാൻ ഒരു മനുഷ്യൻ ഇന്ന അബദൻ അദ്നബ ദംബൻ, അതാ അയാൾ ഒരു തെറ്റിലേക്ക് പോയി. എന്നിട്ടോ ഫഖാൽ, ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു, റബ്ബി അദ്നബ്തു ഫഗ്ഫിർഹു, പടച്ചോനെ ഞാനിതാ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കൊന്ന് പുറത്തു തരണേ അല്ലാഹ് എന്ന് ഖൽബറിഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുകയാ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന് പുറത്തു കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രതികരണം, ആ പ്രതികരണമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒന്നെല്ലാവരും എഴുന്നേറ്റുന്നാലോ? അതായിരിക്കുന്നല്ലോ. നമുക്ക് 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അറിയാത്ത മനുഷ്യന്മാരുണ്ട് കേട്ടോ. പിന്നെ ഇതാ 10 മിനിറ്റ് അവസാനിപ്പിക്കുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമുക്കൊരു പ്രതീക്ഷയുടെ വാചകമാണിത്. ജീവിതമൊന്ന് നന്നാക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും കൊതിയുണ്ട്. ഇങ്ങനെ തന്നെ അലസമായി പോകണമെന്നല്ല, പക്ഷേ അറിയാതെ ഇങ്ങനെയൊക്കെ എന്തിയായി പോവാണ്, അങ്ങനെ പെട്ടുപോകുകയാണ്. ഇതിൽ നിന്ന് ഒരു മനസ്സ് കരകയറിയിട്ട് ഒരു ശുദ്ധമായ ജീവിതത്തിലേക്ക് വരാനുള്ള പ്രതീക്ഷയുടെ മാർഗമാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഫഖാല റബ്ബ് പറയുകയാണ്, അലിമ അബ്ദി അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ, അല്ല എൻ്റെ അടിമക്ക് പുറത്തു കൊടുക്കുന്ന ഒരു റബ്ബുണ്ടെന്ന് അയാൾക്ക് അറിയുമോ? റബ്ബ് പുറത്തു കൊടുക്കുന്ന ഒരു റബ്ബ്, അലിമ അബ്ദി, എൻ്റെ അടിമ അറിയുമോ? അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ, പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന റബ്ബുണ്ടെന്ന് അയാൾക്കറിയുമോ? എന്നാൽ ഗഫർതു ലി അബ്ദി, എൻ്റെ അടിമക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുകയാണ്, അല്ലാഹ് പറയുകയാണ്. സുമ്മ മക്കഥ മാഷാ അല്ലാഹ്, കഴിഞ്ഞു, ആ സംഗതി കഴിഞ്ഞു. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി, കുറച്ച് ദിവസം അങ്ങനെ പോയി, ആ ആത്മീയ ബലത്തിൽ അങ്ങനെ അങ്ങോട്ട് പോയപ്പോഴോ സുമ്മ അദ്നബ ദംബൻ, വീണ്ടും അതാ അയാൾ അറിയാതെ തെറ്റിലേക്ക് ചാടുകയാണ്. ആ തെറ്റിലേക്ക് ചാടിയപ്പോ ഫഖാൽ റബ്ബി അദ്നബ്ത്, പടച്ചോനെ ഇതാ ഞാൻ വീണ്ടും തെറ്റിൽ ചാടി, എനിക്ക് പുറത്തു തരണേ എന്ന നിലക്ക് ആ മനുഷ്യൻ പറയുകയാണ്. ഫഖാല റബ്ബു, ആ സമയത്ത് റബ്ബ് പറയുകയാണ്, അലിമ അബ്ദി അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ, ആ അടിമയ്ക്ക് അതേ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന റബ്ബുണ്ടെന്ന് അറിയുമോ? എങ്കിൽ വഫർതു ലി അബ്ദി, ആ അടിമക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അള്ളാഹു വീണ്ടും പുറത്തു കൊടുക്കുകയാണ്. സുമ്മ മക്കസ മാശാ, വീണ്ടും കുറച്ചു കാലം കൂടെ അങ്ങനെ പോയപ്പോൾ സുമ്മ അദ്നബ ദംബ, ആരെക്കുറിച്ചാ പറയണത്? എന്നെക്കുറിച്ച്. നമ്മൾ ഓരോരുത്തരെ കുറിച്ച്, നമ്മുടെ അവസ്ഥ എങ്ങനെയാണല്ലോ. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നന്നാകണം എന്നൊക്കെ വിചാരിക്കും, ഒന്ന് കൽബ് പൊട്ടി പടച്ചവനോട് ദ്വാരക്കും, പിന്നെ കുറച്ച് കഴിയുമ്പം പഴയപടിയാകും. പിന്നെന്താകും? കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊന്ന് ഉഷാറാകണമെന്ന് വിചാരിക്കും, പിന്നെയും പഴയപടിയാകും.
ഇങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ, ആ അവസ്ഥയുണ്ടെങ്കിൽ, ആ അവസ്ഥ നിങ്ങളെ കൽബിലുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ആ അവസ്ഥ തന്നെ വലിയ ഒരു പ്രതീക്ഷയുള്ള അവസ്ഥയാണ്. ഈ ഹദീസ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വീണ്ടും ഇയാൾ പഴയ പോലെ ആ തെറ്റിലേക്ക്, മറ്റൊരു തെറ്റിലേക്ക് അയാൾ ചാടുകയാണ്. അയാൾ പറയുന്നു, റബ്ബി അദ്നബ്തു ദംബൻ ആഖർ, ഞാനിതാ മറ്റൊരു തെറ്റുകൂടെ ചെയ്തു പോയി അല്ലാ, അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണേ. ഫഖാൽ, ആ സമയത്ത് അല്ലാഹ് പറയാണ്, അലിമ അബ്ദി അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ, എൻ്റെ അടിമക്ക് അറിയുമോ റബ്ബാകുന്ന ഞാൻ പുറത്തു കൊടുക്കുമെന്ന് അറിയുന്ന അടിമയാണോ? ആ നിലക്ക് അറിവുള്ള അടിമ ആ അറിവനുസരിച്ചു കൊണ്ടാണ് എന്നോട് സങ്കടപ്പെടുന്നതെങ്കിൽ ഗഫർതു ലിഅബ്ദി, എൻ്റെ അടിമക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുകയാണ് ഒരു വാചകം, വല്ലാത്ത പ്രതീക്ഷയുള്ള വാചകം. എന്താണ് ആ വാചകം? ഫല്യഫഅൽ മാ ശാ, ഇങ്ങനെ ഒരു അടിമ എത്ര കാലമാണോ പ്രവർത്തിക്കുന്നത്, ഈ രീതിയിൽ തെറ്റുകൾ ചെയ്തു പോകുമ്പോഴെല്ലാം ഔദാര്യവാനായ റബ്ബിലേക്ക് കൽബ് തിരിച്ചുകൊണ്ട് അവനെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് സങ്കടപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയുണ്ടോ ആ സമയമത്രയും അവന് ഞാൻ പുറത്തു കൊടുക്കുമെന്ന് പടച്ച റബ്ബ് പഠിപ്പിച്ചതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഇതൊരു പ്രതീക്ഷയുടെ വാചകമാണ്. കണ്ടില്ലേ, വിശുദ്ധ ഖുർആൻ നമ്മളെ വിളിക്കുന്നുണ്ട്. എങ്ങനെയാ വിളിക്കുന്നത്? യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. എന്തൊരു വാചകമാണത്! വല്ലാത്തൊരു സ്നേഹം. നമ്മെ സൃഷ്ടിച്ച് വളർത്തുന്ന, പോറ്റി വളർത്തുന്ന, സർവാനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാണിക്കുന്ന വിശാലമായ സ്നേഹത്തിൻ്റെ പ്രയോഗമാണ് യാ ഇബാദി, എൻ്റെ മോനെ, എൻ്റെ കുട്ടി എന്നൊക്കെ വിളിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ വിളിയാണത്. സമാനമായി അള്ളാഹു വിളിക്കുകയാണ്, യാ ഇബാദി, എൻ്റെ അടിമേ, എൻ്റെ അടിമേ, അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, എന്നെയാ വിളിക്കുന്നത്, നമ്മെ ഓരോരുത്തരെയുമാ വിളിക്കുന്നത്. വിളിച്ചുകൊണ്ട് അല്ല പറയുന്ന കാര്യം എന്താണ്? അല്ലാഹു സൃഷ്ടാവാണ്, അധികാരമുള്ളവനാണ്, സർവ്വതും നിയന്ത്രിക്കുന്നവനാണ്. ആ റബ്ബ് തആല വിളിച്ചുകൊണ്ട് പറയാണ്, അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, നിങ്ങളെ ശരീരത്തിൻ്റെ മേലെ നിങ്ങൾ അതിക്രമം കാണിച്ചു പോയി അല്ലേ? ശരീരത്തെ അതേ നിങ്ങൾ ഹറാമുകൾ ചെയ്യുമ്പോൾ സ്വശരീരത്തോടാണ് അക്രമം ചെയ്യുന്നത്. നമ്മളെ മദ്യം കുടിക്കുമ്പോൾ നമ്മൾ സുഖിക്കുകയല്ല, നമ്മളെ ശരീരത്തോട് അക്രമം ചെയ്യുകയാണ്. കാരണം ഇതിൻ്റെ ആരോഗ്യം മുഴുവനും നശിപ്പിക്കുകയാണ്. നമ്മൾ അനാവശ്യമായ ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ മാനസിക അസ്വസ്ഥത ഭാവിയിൽ രൂപപ്പെടുന്ന പണിയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തെ ആക്രമിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല, നമ്മൾ എന്ത് ചെയ്യാണ്? അനാവശ്യമായ അധാർമികമായ പ്രവണതകളിലേക്ക് പോകുമ്പോൾ അപ്പോഴും നമ്മുടെ ശരീരത്തോടാണ് നമ്മൾ അക്രമം കാണിക്കുന്നത്. അങ്ങനെ അക്രമം കാണിക്കുന്ന അടിമയെ സ്നേഹത്തോടെ വിളിച്ചിട്ട് അള്ളാഹ്ക്ക് പറയാനുള്ള എന്താണ്? ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്, ഇതെല്ലാം നിരീക്ഷിക്കുന്ന പടച്ച റബ്ബിൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ ആശ മുറിയണ്ട. അവൻ നിങ്ങൾക്ക് എല്ലാം പൊറുത്തു തരുന്നവനാണ്, അവൻ വല്ലാതെ പൊറുക്കുന്നവനാണ്. കണ്ടില്ലേ, ചരിത്രത്തിൽ ഒരാൾ ഫുളൈൽ ഇബ്നു ഇയാദ് എന്നാണ് പേര്. എന്താണ് ആളുടെ ജീവിതം? വലിയ കൊള്ളക്കാരനാണ്, കൊള്ളയടിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ അതേ താൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ, ആ പെണ്ണിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഒരു രാത്രി കടന്നു വരികയാണ്. ആ പെണ്ണ് താമസിക്കുന്ന വീടിൻ്റെ മതിലിങ്ങനെ കയറി അടുത്ത സ്റ്റെപ്പിൽ അങ്ങോട്ട് ചാടണം. കാരണം ആ രാത്രി കുശാലാക്കാനുള്ള ആലോചനയാണ്. അതെ, ആ അർത്ഥത്തിൽ ചിന്തിച്ച ആ മനുഷ്യൻ മതിലിങ്ങനെ കയറി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അപ്പുറത്തെ കുടിൽ നിന്ന് കേൾക്കുന്നു, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവർ, ആ തെറ്റ് ചെയ്ത ആളുകൾക്ക് കൂടെ പാഠമാകാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എന്താ പറയുന്നത്? ഈ സൂക്തം കേൾക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അത് സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ ഉണ്ടാവും
ചില വാചകങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യും, മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യും. നമ്മൾ പലപ്പോഴും കേട്ടതോ അല്ലെങ്കിൽ ഇങ്ങനെ പലതും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ചില സന്ദർഭത്തിൽ ഒരു ഫീലിങ്സിൽ നിൽക്കുകയായിരിക്കും, അപ്പോഴായിരിക്കും ഇത് കേൾക്കുന്നുണ്ടാകുക. അങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. ഇതേപോലെ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന മനുഷ്യനെ ഈ സൂക്തം സ്ട്രൈക്ക് ചെയ്തു മനസ്സിൽ. അല്ല, അടിമയാകുന്ന എന്നോട് സൃഷ്ടാവായ റബ്ബി ഇത്രയും വലിയ ഔദാര്യം കാണിച്ചുകൊണ്ട് എന്നെ വിളിക്കുമ്പോൾ യാ ഇബാദി എന്ന വിളിയല്ലേ വിളിക്കുന്നത്. ഈ വിളിക്ക് ഉത്തരം ഞാൻ നൽകിയില്ലെങ്കിൽ ഞാൻ എത്ര മോശക്കാരനായി പോകും. ഉടനെ ആ മതിൽ നിന്ന് അങ്ങോട്ട് ചാടുന്നതിന് പകരം എന്ത് ചെയ്തു, മഹാനവറുകൾ ഇങ്ങോട്ട് ചാടി. എന്നിട്ട് ഒരൊറ്റപ്പൊക്കാണ്, കരഞ്ഞുകൊണ്ട് ഒരു യാത്രയാ. ആ യാത്ര എവിടേക്കുള്ള യാത്രയാണെന്നറിയോ? നിങ്ങളെ കൽബിൽ വേദനയോടെ ഇവിടെ നിന്ന് നിങ്ങൾ പിരിയുമ്പോൾ മനസ്സ് സിട്ടാവിലേക്ക് ലയിപ്പിച്ചിട്ട് പിരിയാണെങ്കിൽ അത് വലിയ മാറ്റത്തിൻ്റെ പിരിയലാണ്. അതൊരു നന്മയുടെ തുടക്കം കൂടെയാണ്. മഹാനവറുകൾ ആ പോക്ക് പോയത് അത് ചെറിയ ഒരു ജീവിതത്തിലേക്കല്ല, ഔലിയാക്കളുടെ മുഴുവനും നേതാവാകുന്നു. ആത്മീയ ലോകത്തെ വലിയ സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നു. അള്ളാഹുവിനോട് വല്ലതും പറഞ്ഞാൽ അതിനുത്തരം കിട്ടുന്നു. ആ വിധത്തിലേക്ക് ഇത്രയും വലിയ വേണ്ടാത്തരങ്ങൾ ചെയ്ത മനുഷ്യൻ മാറ്റപ്പെടുന്നു. അങ്ങനെ മാറാനുണ്ടായ കാരണം ഈ വിളിയാണ്. വിളി കൽബിലേക്ക് കണക്ട് ചെയ്തതാണ്. നമ്മളെ കൽബിലും ആ വിളിയൊന്ന് സ്വാധീനിക്കണം. ഞാൻ അവസാനിപ്പിക്കട്ടെ. വിശാലമായ ഔദാര്യം ചെയ്യുന്ന റബ്ബിനെ സ്നേഹിച്ചുകൊണ്ടൊന്ന് വിളിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടൊന്ന് വിളിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ സദസ്സിൽ നിന്നൊന്ന് വിളിച്ചിട്ട് വേണം നമുക്ക് പിരിയാൻ. ഔദാര്യം കാണിക്കുന്ന റബ്ബ്, വിശാലമായ കാരുണ്യം കാണിക്കുന്ന റബ്ബ്, തെറ്റുകൾ ആവർത്തിച്ച് ചെയ്തു പോയാലും പുറത്തു തരാൻ സന്നദ്ധതയുള്ള റബ്ബ്, അങ്ങനെയുള്ളൊരു റബ്ബാണ് നമുക്കുള്ളത്. ആ റബ്ബിനെ കൽബ് കൊണ്ട് കണ്ടിട്ട് ഇഷ്ടത്തോടെ ഒന്ന് വിളിച്ചാൽ ആ വിളിക്കുത്തരം അല്ലാഹു നൽകാതിരിക്കൂല. ആ വിളി അള്ളാഹു ഇഷ്ടപ്പെടാതിരിക്കൂല. നിങ്ങളെ കൽബ് ഇലല്ലാഹ്, അല്ലാഹ്, അല്ലാഹ്, അല്ലാഹ്. എന്തൊരു വല്ലാത്ത ഇസ്മാണത്, ജലാലിയത്തുള്ള ഇസ്മാണത്, മനസ്സിനെ സ്വാധീനിച്ച നാമമാണത്, പലർക്കും ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയ നാമമാണത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയൊരു മാറ്റം വേണമെന്ന് കൊതിച്ച് ഒരു കുറഞ്ഞ സമയം കൽബ് റബ്ബിലേക്ക് മാത്രം തിരിച്ചിട്ട് നമുക്കൊന്ന് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആരോഗ്യം തന്നതാരാണ്? ആയുസ് തന്നതാരാണ്? കൂടെയുള്ള പലരും ആറടി മണ്ണിലുണ്ടല്ലോ, അറിയാമല്ലോ. കൂടെ പഠിച്ചവർ ആറടി മണ്ണിലുണ്ടല്ലോ. ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ പലരും നേരത്തെ പൊലിഞ്ഞു പോയിട്ടുണ്ടല്ലോ. ഇതിൻ്റെ സാധാരണക്കാരായ പ്രവർത്തകരും പലരും യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോയിട്ടുണ്ടല്ലോ. നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട പലരും നമ്മുടെ കൂടെ ഇല്ലല്ലോ. നമുക്ക് വീണ്ടും ജീവിക്കാൻ അല്ലാഹു അവസരം തന്നതാണല്ലോ. ഭക്ഷണം തന്നത് റബ്ബാണ്, കഴിക്കാനുള്ള വായയും അതേ അന്നനാളവും തന്നത് റബ്ബാണ്, ശ്വസിക്കാനുള്ള ഹാർട്ട് തന്നത് റബ്ബാണ്, കാണാനുള്ള കണ്ണ് തന്നത് റബ്ബാണ്, കേൾക്കാനുള്ള കേൾവിശേഷി തന്നതും റബ്ബാണ്, നടക്കാനുള്ള കാല് തന്നതും റബ്ബാണ്. കുല്ലും മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിൻ്റെ ഔദാര്യമാണ്. ഓ മക്കളെ, കരളിൻ്റെ കഷ്ണങ്ങളായ കൂട്ടുകാരെ, നമ്മളെല്ലാവരും ഒന്ന് സ്വർഗത്തിൽ മുത്തുനബിയോടൊപ്പം ഉണ്ടാകണമെന്ന് കൊതിച്ചിട്ടാണ് ഞാൻ ഈ സമയം ചെലവഴിക്കുന്നത്. നമ്മുടെ മനസ്സ് റബ്ബിലേക്ക് സ്നേഹത്തോടെ കുറഞ്ഞ സമയം ഒന്ന് ചെലവഴിച്ചാൽ ഈ സദസ്സിൽ വന്നിരുന്നത് വലിയ ഫലം ചെയ്യുമല്ലോ. കൽബിന് വല്ലാത്തൊരു സംതൃപ്തി നൽകുമല്ലോ. ഭാവി ജീവിതത്തിൽ നല്ലൊരു മാറ്റത്തിന് വഴിയൊരുങ്ങുമല്ലോ. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണടക്കുമോ? കണ്ണും നടക്കുക. എന്തിനാണ്? നമ്മുടെ കൽബിൽ അല്ലാഹു മാത്രം വരാനാണ്. എല്ലാവരും ഒന്ന് കണ്ണടക്കുക. കൽബിൽ വേറൊരു ചിന്തയും വേണ്ട, വേറൊരു ആലോചനയും വേണ്ട. നമുക്ക് എളുപ്പത്തിൽ പിരിയാം. റബ്ബിലേക്ക് കൽബൊന്ന് വെക്കണം, അവൻ്റെ മുന്നിലൊന്ന് സ്നേഹത്തോടെ വെക്കണം. അങ്ങനെ വെക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് കണ്ണും നടച്ച് കൽബ് ഇലല്ലാഹ് ഒന്ന് തിരിക്കുക. നമ്മുടെ വലത് കൈ നമ്മുടെ അതേ ഹൃദയത്തിനോട് ചേർത്ത് ശരീരത്തിൻ്റെ നെഞ്ചിൻ്റെ ഇടതുഭാഗത്തൊന്ന് വെക്കുക. ഔദാര്യവാനായ റബ്ബിനെ ഞാൻ പറഞ്ഞല്ലോ,
മഗ്ഫിറത്ത് കാണിക്കുന്ന റബ്ബിനെ ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ. നമ്മെ എല്ലാ വിട്ടുവീഴ്ചയും ചെയ്ത് സ്വീകരിക്കാൻ സന്നദ്ധതയുള്ള റബ്ബിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ക്യാമ്പസ് അസംബ്ലി നമ്മൾ പിരിയുമ്പോൾ ആ ഔദാര്യവാനായ റബ്ബിലേക്ക് കൽബൊന്ന് തിരിച്ച് സ്നേഹത്തോടെ അവനെ ഒന്ന് വിളിച്ച് അവനോടൊരു സങ്കടം പറഞ്ഞ് നമുക്ക് പിരിയാം. കൽബിലേക്ക് റബ്ബ് മാത്രം വരട്ടെ. കണ്ണടയ്ക്കുന്നത് കൽബിൻ്റെ കോൺസെൻട്രേഷന് വേണ്ടിയാണ്. ഹൃദയത്തോട് ചേർത്തു നിൽക്കുന്നത് ജീവിതത്തിൻ്റെ തുടിപ്പ് ഈ ഹൃദയത്തിലാണ്. അതൊന്ന് സ്റ്റക്കായാൽ നമ്മൾ കഴിഞ്ഞു. ആ സ്റ്റക്കാകാതെ തുടർത്തുന്ന റബ്ബിനെ മനസ്സിലേക്ക് വരാനാണ്. റബ്ബിലേക്ക് കൽബെത്തിയോ, മനസ്സ് അല്ലാഹുവിലെത്തിയോ, ഔദാര്യം ചെയ്ത റബ്ബിലെ മനസ്സിലേക്ക് കൊണ്ടുവന്നോ, അനുഗ്രഹങ്ങൾ ചെയ്യുന്ന അല്ലാഹുവിനെ സ്നേഹത്തോടെ ഒന്ന് വിളിക്കാം. അല്ലാഹ് അല്ലാഹ്. എല്ലാവരും വിളിച്ചോളൂ. അല്ലാഹ് 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 അല്ലാഹ്. അല്ലാഹുവേ, നിന്നിൽ പ്രതീക്ഷ അർപ്പിച്ച് ഞങ്ങളെ പാപഭാരങ്ങൾ മുഴുവനും നിന്റെ മുന്നിൽ സമർപ്പിച്ച് ഞങ്ങളിതാ നിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ച് മഗ്ഫിറത്തിനെ പ്രതീക്ഷിച്ച് നിന്നിലേക്ക് കൽബ് തിരിച്ചിരിക്കുന്നു. അല്ലാഹ്, ഞങ്ങളെ കബൂലാക്കി തരണേ. അല്ലാഹ്, ഞങ്ങളെ കൈയൊഴിക്കല്ലേ. അല്ലാഹ്, ഞങ്ങളെ നിരാശരാക്കിയിട്ട് ഈ സദസ്സിൽ നിന്ന് തിരിച്ചേക്കല്ലേ. അല്ലാഹ്, ധിക്കാരം ചെയ്തവരാണ്, പറഞ്ഞതിന് വിരുദ്ധമായി പ്രവർത്തിച്ചവരാ. നിന്നിലേക്ക് ഖേദിച്ചാൽ സ്വീകരിക്കുമെന്നാൽ ഞങ്ങളെ കബൂലാക്കണം. അല്ലാഹ്, സ്വീകരിക്കണേ. അല്ലാഹ്, നിന്റെ റഹ്മത്തിൽ നിന്ന് ഞങ്ങളെ ആട്ടിയോടിക്കല്ലേ. അല്ലാഹ്, തെറ്റുകാരായതുകൊണ്ട് മോശക്കാരായതുകൊണ്ട് നീ ഞങ്ങളെ നിന്റെ റഹ്മത്തിൽ നിന്ന് മാറ്റി നിർത്തല്ലേ. അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും കണ്ടു തോന്നോളി. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ഭക്ഷണം തന്നിട്ടുണ്ട്. ആ ഭക്ഷണം തന്നത് ആരാന്നറിയോ? നമ്മെ മഹബത്ത് വെക്കുന്ന SSFനെ സ്നേഹിക്കുന്ന ഒരുപാട് ഉമ്മമാരാണ്. അവരുടെ വീട്ടിൽ നിന്ന് അവരധ്വാനിച്ച് ഉണ്ടാക്കി തന്നതാണ് ആ ഭക്ഷണം. അള്ളാഹു ആ ഉമ്മമാർക്ക് സ്വർഗത്തിൽ ഭക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തുനബിയുടെ ഇഷ്ടം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പ്രസ്ഥാനത്തെ ഇഷ്ടം വെച്ചുകൊണ്ട് അവർ തന്നതാണ്. ഓടി നടന്ന ചെറുപ്പക്കാരുണ്ട്, അതിനു വേണ്ടി അധ്വാനിച്ച ആളുകളുണ്ട്. വെള്ളം, പലഹാരങ്ങൾ ഇതെല്ലാം തന്നിട്ടുണ്ട്. ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല. എല്ലാ ദീനിനോടുള്ള മഹബത്തിൻ്റെ പേരിലാണ്. അല്ലാഹുവേ, അവർക്ക് നിൻ്റെ മഹബത്ത് തിരിച്ചു നൽകണേ റഹ്മാനെ. നിൻ്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടവും പൊരുത്തവും അവിടുത്തെ റഹ്മത്തിൻ്റെ നോട്ടവും അവർക്കും ഞങ്ങൾക്കും എല്ലാം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ. അൽഹംദുലില്ലാഹ്. നമ്മളിന്ന് മരിച്ചുപോയ പ്രവർത്തകർ, നേതാക്കൾ
എല്ലാ ആളുകൾക്കും വേണ്ടി ഒരു ഫാത്തിഹ മാത്രം ഓതാണ്. എൻ്റെ പ്രിയപ്പെട്ട മകൻ SSFൻ്റെ യൂണിറ്റിൻ്റെ ഭാരവാഹി കൂടിയായിരുന്നു മുഹമ്മദ് സിനാൻ. എല്ലാവർക്കും വേണ്ടി ഒരു ഫാത്തിഹ മാത്രം ഓതുന്നു. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ ആമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇരുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. اللهم صل على سيدنا محمد النبي الأمي الحبيب الآل القدر العظيم الجاهي وعلى آله وصحبه وسلم. റഹ്മാനായ റബ്ബേ, ഗഫൂറായ റബ്ബേ, റഹീമായ റബ്ബേ, ഞങ്ങളെ നീ കബൂലാക്കണേ റഹ്മാനെ. ഇന്നലെ മുതൽ ഞങ്ങൾ തുടങ്ങി വെച്ച ഈ സദസ്സ് ഇവിടെ അവസാനിക്കുമ്പോൾ ഈ സദസ്സിൽ വെച്ച് ചെയ്ത എന്തെല്ലാം ഹസനാത്തുകളുണ്ടോ അതൊക്കെ നീ കബൂൽ ചെയ്തു തരണേ റഹ്മാനെ. ഞങ്ങളാകുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഈ സദസ്സിൽ വന്നിരുന്നത് ഇരുന്നത് തന്നെ വലിയൊരു അമലായി നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഈ സംഘടന വിളിച്ചപ്പോൾ സന്തോഷപൂർവ്വം ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അവരെ നീ കൈയൊഴിക്കരുത് റഹ്മാനെ. അവരെ നീ നിരാശരാക്കി മടക്കി അയക്കരുത് റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നീ കബൂലാക്കി തരണേ റഹ്മാനെ. നിന്റെ കബൂലിയത്തില്ലാതെ ഞങ്ങളെ ഇവിടെ നിന്ന് തിരിച്ചയക്കല്ലേ റഹ്മാനെ. ആഖിർ സമാനിൽ ജീവിക്കുന്ന സാധുക്കളായ അടിമകളാണ് ഞങ്ങൾ. അമലുകളൊന്നും കാര്യമായിട്ടില്ലാത്ത സാധുക്കളാണ് ഞങ്ങൾ. പക്ഷേ റഹ്മാനായ റബ്ബാകുന്ന നിന്നിലേക്ക് ഞങ്ങൾ കൈമലർത്തുമ്പോൾ നിന്റെ ഒരു സ്വീകരണം ഞങ്ങൾക്ക് കിട്ടണമെന്ന് കൊതിച്ചിട്ടാണ്. നീ ഞങ്ങൾക്കത് നൽകണേ റഹ്മാനെ. നീ ഞങ്ങളെ കൈയൊടിച്ചാൽ, നീ ഞങ്ങളെ നിരാശമാക്കിയാൽ, നീ ഞങ്ങളെ വെറുതെ ആക്കിയാൽ പിന്നെ ഞങ്ങൾ ആരിലേക്ക് പോകും? ആരോട് സങ്കടപ്പെടും? ഇല്ല റബ്ബേ, ഇല്ല. ഞങ്ങൾക്ക് വേറൊരു അഭയകേന്ദ്രവും ഇല്ല. നീ ഞങ്ങളെ സ്വീകരിച്ച് ഞങ്ങളെ കബൂലാക്കി ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ആയുസ്സിൽ ചെറിയ കാലമാണെന്ന് ഞങ്ങളെ വിചാരത്തിൽ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ ചെറിയ ജീവിതത്തിൽ തന്നെ എത്രയോ തെറ്റുകൾ ചെയ്തു പോയവരാണ്, കുറ്റങ്ങൾ സംഭവിച്ചു പോയവരാണ്. നീ പുറത്തു തരാൻ സന്നദ്ധമായി നിൽക്കുന്ന റബ്ബാണ്. യാ റബ്ബ് യാ അല്ലാഹ്, ഞങ്ങൾക്ക് സർവ്വതും നീ പുറത്തു തരണം റഹ്മാനെ. വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളെ ഖൽബിനെ ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഈമാനും തഖ്വയും ഇഖ്ലാസും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. നിന്നെ ഓർക്കുന്ന ഖൽബും നിനക്ക് ദിക്റ് ചൊല്ലുന്ന നാവും നൽകണേ അല്ലാഹ്. പൈശാചികമായ ചിന്തകളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിനെ ഞങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റണില്ല. ഞങ്ങളറിയാതെ തെറ്റുകളിലേക്ക് വഴുതി വീഴുകയാണ്. യാ ഹഫീൽ, യാ ഹഫീൽ, യാ ഹഫീൽ, ഇഹ്ഫദ്നാ മിൻ ശർരി ശൈത്വാനി കുല്ലിഹിം. യാ അല്ലാഹ്, ഞങ്ങൾക്ക് നീ തന്നെ കാവൽ നൽകണേ അല്ലാഹ്. നീ തന്നെ കാവൽ നൽകണേ അല്ലാഹ്. നിന്റെ കാവൽ കൊണ്ടേ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂ. നീ അത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള മഹബ്ബത്ത് ഞങ്ങളെ ഖൽബിൽ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. അവിടുത്തേക്ക് ഒരുപാട് സ്വലാത്ത് ചൊല്ലാൻ, സലാം പറയാനും മദ്ഹ് പാടാനും പറയാനൊക്കെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ആയുസ്സും ഞങ്ങളെ ആരോഗ്യവും ഞങ്ങളെ സമയവും ഞങ്ങളെ സമ്പത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച്, അവിടുന്ന് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ദീനിന് വേണ്ടി ചെലവഴിച്ച് ഞങ്ങളെ ആയുസ്സങ്ങ് തീർക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളിനി ക്യാമ്പസിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ SSF ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തെ മുറുകെ പിടിക്കുമ്പോൾ അത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ള, അവിടുന്ന് താല്പര്യപ്പെടുന്ന ഒരു ആദർശം, അവിടുന്ന് വളർത്തിയെടുത്ത ആദർശം. അതിനുവേണ്ടി ചങ്കൂറ്റത്തോടെ നിലകൊള്ളാൻ ഞങ്ങൾക്ക് നീ ധൈര്യം നൽകണേ റഹ്മാനെ. മനക്കരുത്ത് നൽകണേ റഹ്മാനെ. പ്രലോഭനങ്ങൾ ഞങ്ങളെ ചുറ്റുവട്ടത്തുനിന്ന് വരുമ്പോൾ അതിനോട് നോ പറയാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് കാരണം ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങൾ അസ്തമിക്കും, ഈ നാട്ടിൽ നിന്ന് പിരിയും, നിന്നിലേക്ക് തിരിച്ചു വരണം. നിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ ഞങ്ങളെ കയ്യിലൊന്നുമില്ലല്ലോ അല്ലാഹ്. ചെയ്ത അമലുകൾ ന്യൂനതകൾ ഉള്ളതാണല്ലോ റബ്ബേ. നീ അത് അഫൂ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ അമലുകളെ കൊണ്ട് മാത്രം ഞങ്ങൾ രക്ഷപ്പെടൂല അല്ലാഹ്. നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായം വേണം. അവിടുത്തെ സഹായം കൊണ്ട് ഞങ്ങൾ ആഖിറത്തെ നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. ഹൗദുൽ കൗസർ നൽകണേ അല്ലാഹ്. മുത്തുനബിയെ കണ്ടില്ല,
കണ്ട സഹാബക്കളെ കണ്ടില്ല, അവരെ കണ്ട താബീങ്ങളെയും കാണാൻ ഭാഗ്യം കിട്ടിയില്ല. എങ്കിലും ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി. ലക്കൽ ഹംദു വലക്കൽ ശുക്രു യാ അല്ലാഹ്. നീ തന്ന വലിയ ഔദാര്യം, നിന്നോട് എത്ര ശുക്ർ ചെയ്താലും മതിയാവില്ല. അല്ലാ, ഞങ്ങൾക്ക് സ്വർഗത്തിലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിവാറിൽ അണയാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ SSFന്റെ പ്രവർത്തനം, ഞങ്ങളെ സമ്മേളനം, ഞങ്ങളെ ഓരോ സംഘടനാ കാര്യങ്ങൾ ഞങ്ങൾക്ക് മുത്തുനബിയുടെ തിരുഹദറത്തിലെത്താൻ സബബാക്കി തരണേ അല്ലാ. വേറൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് ഇതുകൊണ്ട്, ഈ സംഘടനാ പ്രവർത്തനങ്ങളെ കൊണ്ട് ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്കാകെ വേണ്ടത് മുത്തുനബി അവിടുത്തെ നെറ്റി തടം രക്തം പൊട്ടി ഒലിച്ചിട്ട്, മുൻപല്ല് പൊട്ടിത്തെറിച്ചിട്ട്, കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചിട്ട് വളർത്തിയെടുത്ത ദീനിനു വേണ്ടി ഞങ്ങൾ ഖിദ്മത്ത് ചെയ്തതിൻ്റെ സന്തോഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുഹദറത്തിൽ നിന്ന് പങ്കുവെക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയാൽ അല്ലാ, അത് മതി റബ്ബേ. ഞങ്ങൾക്കത് നൽകണേ റഹ്മാനെ, ഞങ്ങൾക്കതിന് ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചോനെ, ഈ കൂട്ടുകാരിൽ പലർക്കും പല പ്രയാസങ്ങളുണ്ട്, പരിഹരിക്കണേ അല്ലാ. ഞങ്ങളെ ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി ഭക്ഷണം തന്നവരും പൈസ തന്നവരും തടി കൊണ്ട് അധ്വാനിച്ചവരും ഇതിൻ്റെ വളണ്ടിയേഴ്സും ഇവിടെയുള്ള പ്രവർത്തകരും എല്ലാവർക്കും ഹൈർ ബറക്കത്ത് ഏറ്റി നൽകണേ അല്ലാ. ആരെയും നീ നിരാശരാക്കല്ലേ അല്ലാ. ഈ മഹത്തായ 2 ദിവസത്തെ പരിപാടിക്ക് വേണ്ടിയുള്ള അധ്വാനം ഹസനാത്തിൻ്റെ പട്ടികയിൽ വലിയ കട്ടിയുള്ള കനമുള്ള ഒരു അമലാക്കി നീ കബൂൾ ചെയ്യണേ റഹ്മാനെ, നീ സ്ഥിരപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, രോഗങ്ങളുള്ളവരുടെ രോഗം ശിഫയാക്കണേ അല്ലാ. അള്ളാഹുവേ, ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കണേ അല്ലാ. ഞങ്ങളെ കൂട്ടുകാർ പഠിക്കുന്നവരാണ്, അവർക്ക് പഠനത്തിൽ മികവ് കാണിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അഖ്ല് നൽകണേ അല്ലാ, ഫഹ്മ് നൽകണേ അല്ലാ, ഹിഫ്ദ് നൽകണേ അല്ലാ. എല്ലാവിധ കപ്പാസിറ്റിയും നീ നൽകണേ റഹ്മാനെ. ഒരു പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും നീ പരാജയപ്പെടുത്തല്ലേ റഹ്മാനെ. ഉന്നതമായ വിജയം നൽകി ഈ ഉമ്മത്തിന് വലിയ മാതൃകയായി ഒരുപാട് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങളെ ഈ കൂട്ടുകാർക്ക് എല്ലാ ആളുകൾക്കും നീ അത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ, ഇവർക്കൊന്ന് നന്നായി കിട്ടിയാൽ, ഈ സദസ്സിൽ വന്നിട്ട് സംസാരിച്ചതിന് ആ സംസാരം നന്മയ്ക്ക് കാരണമായാൽ, ഖൽബിലൊരു നല്ല ചിന്തക്ക് സബബായാൽ സാധുവായ ഈ റാഷിദ് രക്ഷപ്പെട്ടു കിട്ടും. ഇതിന് അധ്വാനിച്ച ജില്ലയുടെ ഭാരവാഹികൾ അങ്ങനെയുള്ള ഒരു നല്ല അഥറുള്ള സദസ്സാക്കി നീ മാറ്റിത്തരണേ അല്ലാ. ഒരു അഥറുള്ള സദസ്സാക്കി മാറ്റിത്തരണേ അല്ലാ. വെറുതെ ആക്കില്ലേ അല്ലാ. ഞങ്ങളെ നീ കൈയൊഴിക്കല്ലേ അല്ലാ. ഞങ്ങൾ മരിച്ചുപോയ ഞങ്ങളെ നേതാക്കൾ, പ്രവർത്തകർ, ഞങ്ങളെ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഇന്ന് തന്നെ ഞാൻ ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ അമ്മാവൻ്റെ ഭാര്യയുടെ ഉപ്പ പെട്ടെന്ന് ഇന്ന് രാവിലെ മരിച്ചു. അവിടെ മയ്യത്ത് നിസ്കരിച്ചാണ് വന്നത്. അവരടക്കം അള്ളാഹുവെ, അതുപോലെ പ്രിയപ്പെട്ട മകൻ മുഹമ്മദ് സിനാനടക്കം ആരെല്ലാം ഞങ്ങൾ നിന്ന് പിരിഞ്ഞു പോയവരുടെ എല്ലാവരുടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. സ്വർഗ്ഗാക്കി കൊടുക്കണേ അല്ലാ. മുത്തുനബിയുടെ സാന്നിധ്യമുള്ള ഖബറാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന റെക്കമെൻഡ് ചെയ്യുന്നവരാക്കണേ അല്ലാ. മുൻവിരുന്നുകാരാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളും നിന്നിലേക്ക് തിരിച്ചു വരേണ്ടവരാണ്. എപ്പോഴാണെന്ന് ഞങ്ങൾക്കറിയില്ല. നീ പെട്ടെന്നാക്കി കളയരുത് റഹ്മാനെ. അപകടങ്ങളിൽ പെടുത്തിയുമാക്കരുത് റഹ്മാനെ. എല്ലാ ഹക്കടപാടുകളും വീട്ടിൽ ചെയ്യേണ്ട വസിയത്തുകളൊക്കെ ചെയ്തിട്ട് നല്ല റാഹത്തിൽ നസുഹായ തൗബയും ചെയ്ത് നിന്നിലേക്ക് തിരിച്ചു വരാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. ഈ ദുനിയാവിൽ ചെറിയ പ്രയാസങ്ങൾ സഹിക്കാൻ ഞങ്ങൾക്ക് പറ്റിയെന്ന് വരും. ആഖിറത്തിൽ ചെറിയൊരു പ്രയാസവും സഹിക്കാൻ ഞങ്ങൾ കേൾപ്പുള്ളവരല്ല, ഞങ്ങൾക്ക് കഴിയൂല. യാ റബ്ബ് യാ അല്ലാ, യാ റബ്ബ് യാ അല്ലാ, യാ റബ്ബ് യാ അല്ലാ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട മുഖം കണ്ട് നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കളെല്ലാം സ്വീകരിക്കുന്ന നിലക്കുള്ള സന്തോഷത്തിൻ്റെ മരണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പനിനീർ പൂക്കളെ, മുല്ലമുട്ടുകളെ, വിടർന്ന സൂര്യ